90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ നയിക്കുന്നത് ആരായിരിക്കും? പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയോ അതോ KPCC അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രനോ എന്ന ചർച്ചയിൽ നിന്നും അടുത്തിടെയാണ് ഉമ്മൻചാണ്ടിയുടെ പേരിലേക്ക് ആ ചർച്ച വഴിതിരിഞ്ഞു വീണത്. ഇന്ന് ഡൽഹിയിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ തീരുമാനമാകുന്നു. ഉമ്മൻചാണ്ടിയോ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനോ അല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ, അത് ഉമ്മൻചാണ്ടിയാണ്. അവസാന ലാപ്പിൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പിന്തള്ളി ഈ തെരഞ്ഞെടുപ്പ് അവലോകന സമിതിയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി കുപ്പായം ഉമ്മൻചാണ്ടിക്ക് വേണ്ടി തയ്ക്കാൻ ശ്രമിക്കുകയാണോ കോൺഗ്രസ് നേതൃത്വം എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. രമേശ് ചെന്നിത്തലയെയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പിന്തള്ളി ഉമ്മൻചാണ്ടി നേതൃനിരയിലേക്ക് എത്തുമ്പോൾ അത് UDF-ന് കരുത്തായി മാറുമോ? ഈ ചർച്ചയിൽ നമുക്കൊപ്പം പന്തളം സുധാകരനും ഡോക്ടർ പ്രേംകുമാർ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനും ശ്രീകുമാറും ചേരുന്നു. ഉമ്മൻചാണ്ടി നയിക്കുമ്പോൾ ആദ്യം ശ്രീ പന്തളം സുധാകരനിലേക്ക്. ശ്രീ പന്തളം സുധാകരൻ, അങ്ങനെ ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനാകുന്നു. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയായി ഒരു വട്ടം കൂടി ഉമ്മൻചാണ്ടി ആയിരിക്കും എത്തുക എന്നതാണോ ഇന്നത്തെ ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന്റെ അന്തിമ രാഷ്ട്രീയ ഫലം? ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ ഒരു ക്ഷീണം അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസിൻ്റെ അഭ്യുദയകാംക്ഷികൾക്കുമുള്ളത്. അതിനെ തുടർന്നാണ് വളരെ വേഗം ഹൈക്കമാൻഡ് ഒരു സമിതിയെ തീരുമാനിക്കുകയും അതിൻ്റെ നേതാക്കന്മാർ കേരളത്തിൽ വന്ന് എല്ലാവരുമായി വിവിധ ഘട്ടത്തിലുള്ളവരുമായി ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ AICC നമ്മുടെ നേതാക്കന്മാരെ ഡൽഹിയിലേക്ക് വിളിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നയിച്ച കോൺഗ്രസ് നേതൃത്വത്തിൻ്റെത് കൂടിയാണെന്ന ഹൈക്കമാൻഡിന്റെ തിരിച്ചറിവിലാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമിതിയുടെ ചെയർമാനാക്കുന്നത്. അങ്ങനെയല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം. പ്രത്യേകിച്ച് വളരെ വാചാലനായി കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞ ഡോക്ടർ അരുണിന് എങ്ങനെ വേണമെങ്കിലും ഇത് വ്യാഖ്യാനിക്കാം. കാരണം തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം, കാരണം നേരത്തെ 1.5 വർഷം മുമ്പുണ്ടായ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കന്മാരെ അങ്ങോട്ട് വിളിപ്പിച്ചില്ലല്ലോ, കാരണം ഇങ്ങനൊരു അടിയന്തര സാഹചര്യത്തിൽ. അപ്പോൾ പരാജയം തന്നെയാണ്. ആ പരാജയത്തിൽ നിന്നും എങ്ങനെ കരകയറാം, എങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പ് വിജയിക്കാം എന്നുള്ളതിൻ്റെ വലിയ ഒരു ചർച്ച. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് KPCC അല്ല, നേതൃത്വത്തിൻ്റെ അല്ല, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ, അത് താഴെ തട്ട് മുതൽ ബൂത്ത് തലം മുതൽ KPCC വരെയുള്ള നേതാക്കന്മാരുടെയും ആ മുന്നണിയുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരും ഒളിച്ചുകൂടുന്നില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിന് പരിഹാരം. ആദ്യം നമ്മൾ രോഗം നിർണയിച്ചു, ഇനി അതിനുള്ള മരുന്ന്. ആ മരുന്നാണ് ഇപ്പോൾ മരുന്ന് കുറിക്കാനുള്ള സന്ദർഭമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമതി സോണിയാഗാന്ധിയുമായി ഞങ്ങളുടെ 3 നേതാക്കന്മാരും KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീമതി സോണിയാഗാന്ധിയുമായി ഇപ്പോൾ അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഉചിതമായ ഒരു തീരുമാനം, കാരണം ഗുണകരമായ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കും. അത് ഞങ്ങൾക്ക് കൂടുതൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കും. മാത്രമല്ല, മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കക്ഷി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് ഏത് മുന്നണിയായാലും മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കക്ഷി ദുർബലമായാൽ ഘടകകക്ഷികൾക്ക് വിശ്വാസമില്ലാതെ രമേശ് ചെന്നിത്തലയോ മുല്ലപ്പള്ളി രാമചന്ദ്രനോ നേതൃത്വം നൽകുന്നതിനേക്കാൾ കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടും കോൺഗ്രസിന് ഉമ്മൻചാണ്ടി നേതൃത്വ നിരയിലേക്ക് എത്തുമ്പോൾ, അങ്ങനെയല്ലേ? അല്ല, ശ്രീ ഉമ്മൻചാണ്ടി വളരെ വർഷം 10-25 വർഷം മുമ്പ് UDF-ന്റെ കൺവീനറായിരുന്നു. അതുപോലെ തന്നെ 5-6-7 വർഷം മുമ്പ് വരെ ശ്രീ രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് KPCC അധ്യക്ഷൻ. ഇവർ 3 പേരും കൂടി തന്നെയാണ് നയിച്ചത്. അതിന് മുമ്പ് ശ്രീ AK ആന്റണി ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായും ഡൽഹിയിലേക്ക് മാറിയതോടുകൂടി ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും അടങ്ങുന്ന ആ നേതൃത്രയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അവസാന വാക്ക്. അവരാണ് പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും പരിപൂർണമായ ഉത്തരവാദിത്വം അവരാണ് ഏറ്റെടുത്തിരിക്കുന്നത്.
പിന്നെ അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി എത്രയോ വർഷമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലും മുന്നണി രാഷ്ട്രീയത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന മുൻനിരക്കാരൻ തന്നെയാണ്. മുമ്പ് ശ്രീ കെ കരുണാകരനും എ കെ ആന്റണിയും കഴിഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. അതിലൊരു തർക്കമുള്ള കാര്യമല്ല. ഈ പറയുന്ന ഒരു പുതുമയുമില്ല. പിണറായി വിജയനെ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ ഉള്ള കരുത്ത് രമേശ് ചെന്നിത്തലയേക്കാൾ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനേക്കാൾ ഉമ്മൻചാണ്ടിക്കുണ്ട് എന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി തിരിച്ചറിവും മറ്റ് UDF-ലെ ഘടകകക്ഷികളുടെ തിരിച്ചറിവ് കൂടിയാണ് ഉമ്മൻചാണ്ടിയെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമിതിയുടെ നേതൃത്വ നിരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമോ? അല്ല, ഇത് പിണറായി വിജയനുമായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഗുസ്തിയൊന്നുമല്ലല്ലോ, തെരഞ്ഞെടുപ്പല്ലേ, രാഷ്ട്രീയ പോരാട്ടമല്ലേ. ആ നിലയ്ക്ക് തീർച്ചയായും ശ്രീ ഉമ്മൻചാണ്ടിയുടെ വളരെ വർഷങ്ങളായിട്ടുള്ള അനുഭവജ്ഞാനം, അതേപോലെ അദ്ദേഹത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയ കഴിവ്, അതെല്ലാം പ്രയോജനപ്പെടുത്തും. ഞാൻ രമേശ് ചെന്നിത്തലയെക്കാളും KPCC അധ്യക്ഷനേക്കാളും ഉമ്മൻചാണ്ടിയാണ് രാഷ്ട്രീയമായി പിണറായി വിജയന് ശക്തമായ ഒരു ചലഞ്ച് കൊടുക്കാൻ, ഒരു വെല്ലുവിളി ഉയർത്താൻ പോകുന്ന പാകത്തിനൊത്ത എതിരാളി എന്നാണ്. അല്ലല്ല, അങ്ങനെയല്ല. ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ രമേശ് ചെന്നിത്തലയുടെ, മുല്ലപ്പള്ളിയുടെ, ഞങ്ങളുൾപ്പെടെ ഞങ്ങളുടെ നേതാവാണ്. ഇപ്പോഴല്ല, അതൊരു പുതിയ കാര്യമല്ല. എത്രയോ വർഷമായി അദ്ദേഹം തന്നെ ഞങ്ങളുടെയൊക്കെ നേതാവാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് അദ്ദേഹം. യൂത്ത് കോൺഗ്രസിലായാലും മുന്നണിയിലായാലും. അപ്പോൾ തീർച്ചയായും അതിന് അദ്ദേഹത്തിൻ്റെ അതേ കരുത്തുണ്ട്. ഒരു കാര്യമുണ്ട്, ശ്രീ പിണറായി വിജയനും CPM ഒക്കെ ഏറ്റവും ഭയപ്പെടുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണല്ലോ എത്രയോ വർഷമായിട്ട്. രമേശ് ചെന്നിത്തലയല്ല, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ അല്ല പിണറായി വിജയന് ഭയം, ഉമ്മൻചാണ്ടി ആയിരിക്കുമെന്നാണ്. അല്ലല്ല, ശ്രീ ഉമ്മൻചാണ്ടിയെ അദ്ദേഹം CPM ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ്. ഏതെല്ലാം തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ ശ്രമിച്ചവരല്ലേ കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. സംശയമില്ല. ഈ പിണറായി വിജയൻ സർക്കാരിനെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയത് ഒരർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ടുള്ള തുടർച്ചയായുള്ള ആക്രമണങ്ങളാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം പത്രസമ്മേളനങ്ങൾ, 2-3 പത്രസമ്മേളനങ്ങൾ വിളിച്ച് നടത്തി. സ്പ്രിംഗ്ലർ അടക്കമുള്ള വിഷയം മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ചാനൽ ഇദ്ദേഹത്തിന്റെ വിജയം, പിണറായി വിജയന്റെ വിജയം പ്രഖ്യാപിക്കുകയും ഏറ്റവും മോശം നേതാവ് എന്ന ഒരു പ്രതിച്ഛായയിലേക്ക് രമേശ് ചെന്നിത്തല പോകുമോ എന്നൊക്കെ ഭയക്കുകയും ചെയ്ത ഘട്ടത്തിൽ നിന്നാണ് രമേശ് ചെന്നിത്തലയുടെ വലിയ രീതിയിലുള്ളൊരു തിരിച്ചുവരവുണ്ടാവുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവായി ഈ സർക്കാരിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കിയ രമേശ് ചെന്നിത്തലയെ അവസാന നിമിഷം വെട്ടി ഉമ്മൻചാണ്ടി കടന്നു വരുന്നു എന്നുള്ളത് ഈ രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്നവർക്ക് അല്പം വേദനയും സങ്കടവും ഒക്കെ ഉണ്ടാക്കുന്നൊരു കാര്യമല്ലേ. കാരണം അവസാന നിമിഷം വരെ വെള്ളം കോരിയത് ഈ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ്. ഉമ്മൻചാണ്ടി അവിടെയൊക്കെ വളരെ നിശബ്ദനായി നിൽക്കുന്നു, ചില സമയങ്ങളിലെങ്കിലും ചില പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നു എന്നതല്ലാതെ ഈ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ വലിയ ആരോപണങ്ങളൊന്നും ഈ ഉമ്മൻചാണ്ടി ഉന്നയിക്കുന്നില്ല. അതായത് ഈ രമേശ് ചെന്നിത്തല ഉയർത്തിവിട്ട ഈ പ്രതിപക്ഷാരോപണങ്ങളൊന്നും യേശുന്നില്ല എന്നുകൂടി മനസ്സിലാക്കിയത് കൊണ്ടാണോ ഇതിൽ നിശബ്ദനായിരുന്ന ഉമ്മൻചാണ്ടിയെ ഒരു പുതിയ രാഷ്ട്രീയ കളത്തിലേക്ക് ഇറക്കുന്നത്? അല്ല, ഡോക്ടർ അരുൺ തന്നെ പറഞ്ഞല്ലോ, ഇവിടെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ ഒരു അഭിപ്രായ സർവേ നടത്തി വളരെ വീണ്ടും ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് തിരിച്ചു വരും എന്നുള്ള ഒരു സന്ദേശം നൽകി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ശക്തമായി ഈ ഗവൺമെൻറ്റിനെതിരെ വ്യക്തമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അദ്ദേഹം ഉന്നയിച്ച ഓരോ കാര്യങ്ങളും ഇവിടെ ആരും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഓരോ കാര്യങ്ങളും അത് തിരുത്തുന്നതിനോ അല്ലെങ്കിൽ തെറ്റ് സമ്മതിക്കുന്നതിനോ ഗവൺമെൻറ് തയ്യാറായി എന്നുള്ളത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ തുടർന്ന് അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ NIA-യും CBI-യും അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റും ഒക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണ പരമ്പര തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നേതാവാണ് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാൻ ബാധ്യസ്ഥനും അദ്ദേഹത്തിൻ്റെ കടമയാണ്. ആ കടമയാണ് ശ്രീ രമേശ് ചെന്നിത്തല ഏറ്റവും വൃത്തിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ മാധ്യമങ്ങളോട് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞ എന്താ, കേരളത്തിലെ ഏറ്റവും മിടുക്കനായ പ്രതിപക്ഷ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്നാണ്. അതിൽ ആർക്കും ഒരു തർക്കമില്ല, ഘടകകക്ഷികൾക്ക് തർക്കമില്ല. പ്രതിപക്ഷ നേതാവിനെ മറികടന്ന് ഉമ്മൻചാണ്ടി എങ്ങനെ വന്നു എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ഒപ്പം നിൽക്കുന്നവർക്ക് ഈ ഘട്ടത്തിലും ഒരു സംശയം ഉണ്ടാവുന്നത്. ഇത്ര മിടുമിടുക്കനാണെങ്കിൽ ഈ സമിതിയുടെ തലപ്പത്ത് അദ്ദേഹം വരികയും അടുത്ത മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തലയും പ്രഖ്യാപിക്കുന്നതല്ലേ ഹീറോയിസം? അല്ല, സാധാരണ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ, ഇപ്പോഴല്ല എല്ലാ കാലഘട്ടത്തിലും
തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സമിതിയെ നിയമിക്കാറുണ്ട്. പല മുൻകാലങ്ങളിൽ അത് AICCയുടെ പ്രഗത്ഭരായ പഴയ കേന്ദ്രമന്ത്രിമാർ, പഴയ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ആയിട്ടുള്ള തലമുതിർന്ന നേതാക്കന്മാരെ വെക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ് തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമിതി ഉണ്ടാകുമെങ്കിൽ ആ സമിതിയുടെ അധ്യക്ഷനായി വെക്കുന്നത്. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. പ്രതിപക്ഷ ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ് ഈ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രമേശ് ചെന്നിത്തല. നമ്മൾ ചർച്ചയിലേക്ക് എത്തുന്നു. എൻ ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ, നമുക്കൊപ്പം. എൻ ശ്രീകുമാർ, ഇപ്പോൾ AK ആന്റണി കൂടി മാധ്യമങ്ങളോട് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിനാണ് UDF ഒരുങ്ങുന്നത് എന്നാണ്. ആ പാഠം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന KPCC അധ്യക്ഷനും മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പിലെ ഒരു പാഠം എന്നുള്ളത് ഇവർ പോരാ, ഉമ്മൻചാണ്ടി തന്നെ മുൻനിരയിൽ എത്തണം എന്നൊരു പാഠം കൂടിയാണോ? പാഠമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് തിരഞ്ഞെടുപ്പിലെ തോൽവിയാണ്. കാരണം അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു പാഠം മാത്രമല്ല, അതിൽ നേതൃത്വം മുകളിൽ തൊട്ട് താഴേക്ക് വരെയുണ്ട്. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് വാർഡിലും ഡിവിഷനിലും ഉള്ളവർക്കായിരുന്നു കൂടുതൽ അതിൽ ഉത്തരവാദിത്വമുള്ളത്. അപ്പോൾ അതാണ് പാഠം എന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തലയും അതുപോലെ KPCC പ്രസിഡൻറ്റും ഒക്കെ നയിച്ചതുകൊണ്ട് തോറ്റു എന്നുള്ളത് പാഠമല്ല. കാരണം അത് സ്വാഭാവികമായിട്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ തന്നെ ആയിരുന്നല്ലോ. അപ്പം അന്ന് അവർ അതാണ് ജയിച്ചത്. അപ്പോൾ അതൊരു പാഠമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവർ ഇതൊരു ജീവൻ മരണ പോരാട്ടമായിട്ട് കോൺഗ്രസ് കാണുന്നുണ്ട്. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിന് ദക്ഷിണേന്ത്യയിലെ പുതുച്ചേരി മാത്രമേ ഉള്ളൂ മന്ത്രിസഭയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിൽ അതും വളരെ കോൺഗ്രസിന് ശക്തിയുള്ള ഒരുപാട് നേതാക്കളുള്ള ഒരു സംസ്ഥാനത്ത് ആ ഭരണം കിട്ടാനുള്ള അവസാനത്തെ ബസ്സാണ്. ആ ബസ് പോയി കഴിഞ്ഞാൽ ഭരണം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചടുലമായൊരു നീക്കം. ഞാൻ കഴിഞ്ഞ ചർച്ച ചെയ്ത് തന്നെ ഞാനിവിടെ 24-ൽ ഞാൻ പറഞ്ഞിരുന്നു, അതിതീവ്രമായൊരു നീക്കം UDF മുന്നോട്ട് വെക്കുമെന്നുള്ളത്. ആ അതിതീവ്രമായൊരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഡൽഹിയിൽ നടന്ന AICC ചർച്ചകളെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പെട്ടെന്ന് തന്നെ അവർ തീരുമാനമെടുത്തു. 2-3 മണിക്കൂർ ചർച്ച ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് തീരുമാനമെടുത്തു. അത് AK ആന്റണി തന്നെ ആദ്യം പ്രഖ്യാപിക്കുന്നു, 3 പേരെ ഒപ്പം നിർത്തുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ചടുലമായ ഒരു തീരുമാനം അവരെടുത്തത് കോൺഗ്രസ്സിന് ഒരു ഊർജ്ജം പകരുക തൽക്കാലം. കാരണം പ്രവർത്തകരെല്ലാം നിരാശരാണ്. കാരണം സാധാരണ പ്രവർത്തകർക്ക് അധികാരം കിട്ടുന്ന സംവിധാനത്തിലൊക്കെ ഇടതുപക്ഷം കയറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രവർത്തകരിൽ ഒരു ആവേശം വരുത്താൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡോസ് മരുന്ന് അതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും അത് അടിസ്ഥാനമായി ചെന്നു കൊള്ളുന്നത് രമേശ് ചെന്നിത്തലയുടെ ഹൃദയത്തിലായിരിക്കില്ലേ? കാരണം ഇക്കഴിഞ്ഞ 6 മാസമായി ഈ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയുടെ സജീവമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഉമ്മൻചാണ്ടി മുഖ്യധാരയിലില്ല. രമേശ് ചെന്നിത്തലയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ഡൽഹി ആയിരുന്നു എന്നതൊക്കെ വെക്കുമ്പോഴും ഈ സർക്കാരിനെതിരെ ഈ അവസാന നിമിഷം ഏറ്റവും കൂടുതൽ പോരാടിയ പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവിനോടൊപ്പം നിന്ന KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവർക്കൊന്നും തന്നെ അവരുടെ അണികളിൽ ആവേശമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുകൂടിയല്ലേ അങ്ങ് പറയുന്നത്? അങ്ങനല്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, തുല്യരിൽ ഒന്നാമനാണ് ഉമ്മൻചാണ്ടി. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കോൺഗ്രസിൽ ഒരുപാട് നേതാക്കൾ തുല്യരാണ്. പ്രൈമറ്റ് സെൻട്രൽ പാസ് എന്ന് പറയില്ലേ, അതുപോലെ ആ തുല്യരിൽ ഒന്നാമൻ ഇപ്പോഴും ഉമ്മൻചാണ്ടിയാണ്. കാരണം AK ആന്റണി ഡൽഹിയിലാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയാണ് തുല്യരിൽ ഒന്നാമൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു റിയാലിറ്റി ഉണ്ട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച്. ആ റിയാലിറ്റി എന്താണ്? ദേശീയ തലത്തിലാണെങ്കിൽ നെഹ്റു കുടുംബം, കേരളത്തിലാണെങ്കിൽ അത് ഉമ്മൻചാണ്ടി എന്നുള്ള റിയാലിറ്റി, അത് നമ്മൾ ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല അരുണേ. അത് ആർക്കും ഒളിച്ചു വയ്ക്കാൻ പറ്റാവുന്നതല്ല. കാരണം അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരു ജനസമ്പർക്കമുള്ള നേതാവാണ്. മറ്റുള്ളവർക്ക് ജനസമ്പർക്കം ഇല്ലെന്നല്ല പറയുന്നത്. ഉമ്മൻചാണ്ടിയോളം ജനഹിതം അനുസരിച്ച് ജനങ്ങൾക്കിടയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടാനുള്ള ഒരു മാനസികാവസ്ഥയുള്ള നേതാവ് എക്കാലത്ത് ഉമ്മൻചാണ്ടിയായിരുന്നു. അത് ജനസമ്പർക്ക പരിപാടിയിൽ നമ്മൾ കണ്ടതാണ്. അർദ്ധരാത്രിയിൽ വെളുപ്പാങ്കാലത്തൊക്കെ അദ്ദേഹം അവർക്കിടയിൽ നിന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വരുന്നു എന്ന് പറയുന്നത് UDFന് ഒരു ആത്മവിശ്വാസം കൂടി, യാതൊരു സംശയമില്ല. കാരണം UDF നേതാക്കൾ ആരും ഇതുവരെ അവരുടെ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ അവർ പറയാതെ പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി മുന്നോട്ട് വരണം എന്നുള്ളത്. മുന്നോട്ട് വരണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം രാഷ്ട്രീയ അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇന്നിപ്പോൾ AICC ലിസ്റ്റ് പുറത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. ഔദ്യോഗികമായിട്ട് തീരുമാനം എടുത്തോ എന്ന് നമുക്കറിയാൻ വയ്യ. പക്ഷേ നിങ്ങൾ നൽകിയ സൂചന പ്രകാരമാണെങ്കിൽ ഒരു 10-അംഗ സമിതി, ഈ 10-അംഗ സമിതി എന്ന് വെച്ചാൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇനി കേരളത്തിലെ ഇലക്ഷൻ വരെ KPCCക്കോ അല്ലെങ്കിൽ UDFിൻ്റെ മറ്റേ KPCC രാഷ്ട്രീയകാര്യ സമിതിക്കോ ഒന്നും പ്രത്യേകിച്ചൊരു ജോലിയൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. കാരണം ഉമ്മൻചാണ്ടി ഒന്നാമനായി തലപ്പത്തിരിക്കുന്നു. അതിൻ്റെ ഒപ്പം ഏതാണ്ട് തലയെടുപ്പുള്ള 10 നേതാക്കളും വരുന്നു. ഒപ്പം തന്നെ ചില കാര്യങ്ങളിൽ പ്രത്യേക പിടിപാടുള്ള നേതാക്കളും വരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും UDF പ്രവർത്തകരിൽ, പ്രാദേശിക നേതാക്കളിൽ ഒരു ഊർജ്ജം നൽകാൻ കഴിയുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. ആ പ്രതീക്ഷ പക്ഷേ അവർ പെട്ടെന്ന് എടുത്തു എന്നുള്ളതാണ്.
നോക്കൂ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കേണ്ടത് താരിഖ് അൻവറെ കുറിച്ചാണ്. കാരണം താരിഖ് അൻവറിന് കേരളത്തിലെ ഏതെങ്കിലും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ മമതയുള്ള ഒരാളല്ല. കാരണം അദ്ദേഹം അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ ശേഷം NCPയിൽ പവാറിനൊപ്പമായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഉള്ള കോൺഗ്രസ് നേതാക്കളായിട്ട് വലിയൊരു ആത്മബന്ധമോ അല്ലെങ്കിൽ വലിയൊരു അടുപ്പമോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടാകണമെന്നില്ല, PC ചാക്കോ ഒഴിച്ച്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങൾ ഒരുപക്ഷെ UDF നേതാക്കൾ പറഞ്ഞ അതേപോലെ ഹൈക്കമാൻഡ് ധരിപ്പിച്ച് കാണും. അങ്ങനെ ഹൈക്കമാൻഡിൽ അതേപോലെ പറഞ്ഞ കാര്യങ്ങൾ ധരിപ്പിക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കണം. ഇതിപ്പോൾ നാളെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിപ്പോൾ ഇന്ന് തന്നെ പറഞ്ഞില്ലെങ്കിൽ നാളേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് പൊടുന്നനെ തന്നെ ഒരു തീരുമാനം പറഞ്ഞത്. ഇത് സ്വല്പം ഒന്ന് LDFനെ അമ്പരിപ്പിക്കുക എന്നുള്ളതും അതിൽ കൂടുതൽ തന്നെ UDF നേതൃത്വത്തിലും അതുപോലെ പ്രാദേശിക UDF നേതാക്കൾക്കൊക്കെ ഞങ്ങൾ ഒന്നായി വരുന്നു, ഒരു പുതിയ സംവിധാനം നമ്മൾ ഉണ്ടാക്കുന്നു. ഉമ്മൻചാണ്ടി നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഉമ്മൻചാണ്ടി പ്രചരണ സമിതിയുടെ ചെയർമാനായിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉമ്മൻചാണ്ടിയോടുള്ള അടുപ്പം ആഗ്രഹിക്കുന്നവർക്കെല്ലാം ആവേശം. ഒരു കാര്യം കൂടി നമുക്കറിയാവുന്നതാണ്, 90 മുതലുള്ള ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നവരുടെ പേര് ഈ വോട്ടർമാരുടെ മുന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കും, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് വോട്ടർമാരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ, ചില ഇടക്കാലങ്ങളിൽ ഡൽഹിയിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രിയായ ആന്റണി പോലെയുള്ളവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഇനി UDF കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരു പക്ഷേ വോട്ടർമാരുടെ മനസ്സിൽ പതിയേണ്ടത് ഉമ്മൻചാണ്ടിയുടെ രൂപമായിരിക്കണം എന്നുകൂടി ഈ ഹൈക്കമാൻഡ് വിചാരിച്ചിട്ടുണ്ടാകുമോ? കാര്യം ഒരു ക്രൗഡ് പുള്ളറായ ഉമ്മൻചാണ്ടിക്ക് മാത്രമേ ഇനി ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം, അടുത്ത കാലത്ത് കണ്ടതിലും വെച്ച് ഏറ്റവും ശക്തമായ പോരാട്ടം ഇടതുമുന്നണിയുമായി നടത്തുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് മാത്രമേ അത് കഴിയൂ എന്നൊരു തിരിച്ചറിവ്, പ്രൈമസ് ഇന്റർ പാരസ് എന്നൊക്കെ അങ്ങ് വളരെ കാവ്യാത്മകമായി പ്രയോഗിക്കുമ്പോൾ പോലും ഉമ്മൻചാണ്ടിയിലെ ക്രൗഡ് പുള്ളിംഗ് കപ്പാസിറ്റി രമേശ് ചെന്നിത്തലയ്ക്കില്ല എന്ന തിരിച്ചറിവ് കൂടി അതിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി ആയിരിക്കും കുറച്ചുകൂടി സ്വീകാര്യൻ എന്നത് തന്നെയായിരിക്കില്ലേ ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്? അല്ല, തുല്യരിൽ ഒന്നാമൻ എന്ന് പറയുമ്പോൾ തന്നെ അത് അർത്ഥം ഏതാണ്ട് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ നമുക്ക് ഹൈക്കമാൻഡ് അങ്ങനെയൊന്നും പറയില്ല. കാരണം അരുൺ അറിയാമല്ലോ, ഇതൊരു കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാ നേതാക്കൾക്കും ഒരു പ്രത്യേക ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർ ഹൈക്കമാൻഡ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തുറന്നു പറയില്ല. അപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2015 UDF തോറ്റപ്പോൾ പ്രതിപക്ഷ നേതാവ് ആവേണ്ടിയിരുന്ന ആൾ ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ. കാരണം അദ്ദേഹം ആയിരുന്നു മുഖ്യമന്ത്രി, അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ് ആവേണ്ടിയിരുന്നത്. പക്ഷേ ആയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റവും മറിച്ചൊക്കെ വരാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രി ആവണമെന്ന് കോൺഗ്രസ് നിർബന്ധമുള്ള കാലം ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലം വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു, ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് ആയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവിനെ മാറ്റിയിട്ട് ഉമ്മൻചാണ്ടി ആക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പന്തളം പറഞ്ഞ പോലെ. പക്ഷേ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, സംശയമില്ല. അത് തുറന്നു പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം കോൺഗ്രസ്സിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ലാസ്റ്റ് ബസ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിൻ്റെ കീഴ്വഴക്കങ്ങളെ അതേപോലെ തുടർന്നുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം തുടർന്നുകൊണ്ടോ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ജയിക്കാനുള്ള മാർഗം ശരിയാണ് ശ്രീകുമാർ, വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്. ഞാൻ ഒന്ന് പ്രേംകുമാറിൽ കൂടി പോയിട്ട് വരാം. പ്രേംകുമാർ ഇടതു നിരീക്ഷകനാണ്, എങ്കിലും ഈ ഉമ്മൻചാണ്ടിയുടെ വരവ് എങ്ങനെയാണ് പ്രേംകുമാർ നോക്കിക്കാണുന്നത്? ഇതിൽ ഈ രണ്ടുപേരെയും, രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും അവസാന ലാപ്പിൽ വെട്ടിയാണ് ഉമ്മൻചാണ്ടി വന്നത് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. അത് ശ്രീകുമാർ പറയുന്നത് പോലെ ഈ ഉമ്മൻചാണ്ടി വരുന്നതോടുകൂടി കോൺഗ്രസിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ഊർജവും ഒരു ആവേശവും ഒക്കെ ഇഞ്ചക്ട് ചെയ്യാൻ സാധിക്കുന്ന തീരുമാനമായി അതിനെ നമുക്ക് കാണുകയും ചെയ്യാമെന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കൾട്ട് ഫിഗർ വേണമായിരുന്നു. ഈ കൾട്ട് ഫിഗർ പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിലൊരു കൾട്ട് ഫിഗർ ഇമേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ബദൽ വെക്കാൻ കഴിയുന്ന ഒരു കൾട്ട് ഫിഗർ ഇമേജായി അത് രമേശ് ചെന്നിത്തലയ്ക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് ഇപ്പോഴും തൻ്റെ റിസർവിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഫിഗർ എടുത്ത് പയറ്റുകയാണ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. ഒരു പോപ്പുലിസ്റ്റ് ഹീറോ ഇമേജുള്ള ഉമ്മൻചാണ്ടി വരുന്നതോടുകൂടി ഒരുപക്ഷെ UDF കൂടുതൽ ആവേശത്തിലാകുമെന്ന ശ്രീകുമാറിന്റെ നിരീക്ഷണത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അരുൺകുമാർ, ഈ വെർച്വൽ റിയാലിറ്റി കൊണ്ടും ആവേശകരമായ ഡയലോഗ് കൊണ്ടും ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിൽ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, കേരളത്തിന്റെ ഒരു മൊത്തം മനസാക്ഷിയുടെ മുന്നിൽ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന പിണറായി വിജയൻ നയിക്കുന്ന LDFനെ എതിർക്കാൻ, അഥവാ പിണറായി വിജയൻ എന്നുള്ള ഒരു കൾട്ട് ഫിഗറിനെ പ്രതിബന്ധമാവാൻ, അതിന് മത്സരമാവാൻ, അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന ഒരു ഇമേജ് ആയിട്ട്, ഒരു ഫിഗറായിട്ട് ഉമ്മൻചാണ്ടിയെ ഇനിയുള്ള 2.5 മാസക്കാലം കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറയുന്നത് കേട്ടാൽ ചിരിക്കാൻ മാത്രമേ, സത്യമായിട്ട് ചിരിക്കാൻ മാത്രമേ തോന്നുള്ളൂ.
ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനോട് എനിക്ക് ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റിയും ആളുകളോട് ഇടപെടുന്ന രീതിയൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം UDF നയിക്കുന്നത് ഉമ്മൻചാണ്ടിയാവുന്നു നല്ലതാണ്. കാരണം 2 ടേം തുടർച്ചയായിട്ട് രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതാവാകുക എന്നുള്ളത് ഭയങ്കര ബോറായിട്ടുള്ള ഒരു കാര്യമാണ്. ഉമ്മൻചാണ്ടിയെ മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. അതായത് ഇത്രയും കമ്മിറ്റികൾ ഉണ്ടായിട്ട് പോലും, അതായത് ഓപ്പോസിഷൻ ലീഡർ ഉണ്ട്, UDF ഒരു കൺവീനർ ഉണ്ട്, KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്. അതും പോരാത്തതിനാണ് ഇപ്പം ഇലക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ മുകളിലേക്ക് ലേറ്റസ്റ്റ് കമ്മിറ്റി കൊണ്ടുവന്നിട്ട് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ കൃത്യമായിട്ട് ഒരു കാര്യം അരുൺ ചോദിക്കുന്ന പോലെ കൃത്യമായിട്ട് അവർ ഡിക്ലെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 4.5 വർഷക്കാലം 4.25 വർഷക്കാലം കേരളത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മുഴുവൻ ഫ്ലോപ്പ് ആയിരുന്നു എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള, അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഫാക്ടിനെ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ അതിന് പരിഹാരമായിട്ട് വെക്കുന്ന സാധനം നമ്മൾ പറയാം, ഈ ടാപ്പിനൊക്കെ ലീക്ക് ഉണ്ടായിരുന്നാൽ ലീക്ക് തടയാൻ വേണ്ടി നമ്മൾ ഒരു തുണി എടുത്ത് കെട്ടും, അപ്പോഴും വെള്ളം ലീക്ക് ചെയ്യും, പിന്നെ അതിന്റെ മേലെ ഒരു തുണി കൊണ്ടുകൂടി കെട്ടും, പിന്നെയും ഒരു തുണി കൊണ്ടുകൂടെ കെട്ടും. ഇങ്ങനെ കമ്മിറ്റി ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെ നിർദ്ദേശിക്കുന്നത് എന്നല്ലാതെ വേറെ ഒരു സ്പെസിഫിക് ആയ കാര്യവും, കൃത്യമായ ഒരു കാര്യവും ഇന്നിപ്പോ നമ്മൾ കണ്ടിട്ടില്ല, ലൈവായിട്ട് കണ്ടിട്ടില്ല. ഡൽഹിയിൽ നിന്നുള്ള പത്രസമ്മേളനത്തിലോ ബ്രീഫിംഗിലോ വന്നിട്ടില്ല. കാരണം ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കളും യുവതികളുമായിരിക്കും ഇത്തവണ കൂടുതലായിട്ടുണ്ടാവുക എന്നൊരു മാറ്റം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. വിജയം മാത്രമാണ് കൂടുതൽ എന്നാണ് പറഞ്ഞത്. യെസ്, എന്തൊക്കെയാണ് അരുൺ പറഞ്ഞത്? പുതുമുഖങ്ങളായിരിക്കും കൂടുതൽ, യുവാക്കളായിരിക്കും കൂടുതൽ, വനിതകളായിരിക്കും കൂടുതൽ, അവശ്യ ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവും. ഇതൊക്കെ ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണെന്ന് പറയുന്നത് പോലുള്ള കേൾക്കാൻ നല്ല ഭംഗിയുള്ള പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യവുമില്ലാത്ത, ഉദാഹരണത്തിന് 40% കാൻഡിഡേറ്റ്സ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരിക്കും, 30% കാൻഡിഡേറ്റ് 40 വയസ്സിന് താഴെയുള്ളവരായിരിക്കും എന്നുള്ളതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വന്നിട്ടില്ല, ഒറ്റ സ്റ്റേറ്റ്മെന്റും. ഇതൊക്കെ എപ്പോഴും പറയുന്ന ഭംഗി വാക്കുകൾ എന്നല്ലാതെ രാജ്യത്തിന്റെ മൊത്തം ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുക, കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കും. ഇപ്പോൾ അതേസമയം തന്നെ ശ്രീകുമാർ പറയുന്നു ഇവരെ 3 പേരെ ഒന്നിച്ച് നിർത്തിയിട്ട് AK ആന്റണി പ്രഖ്യാപിച്ചു എന്നുള്ളത്. അപ്പൊ ഈ 3 പേരെ ഒന്നിച്ച് നിർത്തുന്നെങ്കിൽ അതിന്റെ അർത്ഥം 3 പേരും 3 ആണെന്നാണ്, അല്ലെങ്കിൽ ഒന്നിച്ച് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ മെലിനോസ്കി പറയുന്ന ഫാറ്റിക് കമ്മ്യൂണിയൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന പോലുള്ള കേൾക്കാൻ നല്ല ഭംഗിയുള്ള പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു കാര്യവുമില്ലാത്ത, നല്ല കുട്ടിയാവണം, നന്നായി പഠിക്കണം എന്ന് പറയുന്നത് പോലുള്ള വാക്കുകളല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനവുമില്ല. ഇത് നിലവിൽ തന്നെ UDF ക്യാമ്പിലുള്ള കൺഫ്യൂഷനെ ഒന്നും കൂടെ കൂട്ടും. UDF സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലുള്ള കൺഫ്യൂഷൻ ഒന്നും കൂടെ കൂട്ടുമെന്നല്ലാതെ ഒരു വിധപ്പെട്ട രീതിയിൽ അവരൊക്കെ രമേശ് ചെന്നിത്തലയെ എങ്ങനെ ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു എന്നുള്ളൊരവസ്ഥയെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ ആ സ്ഥാനത്തേക്ക് ഇതാ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളുകൾ കൊണ്ടുവന്നിട്ട് ടോട്ടൽ കൺഫ്യൂഷൻ ഒന്നും കൂടി കൂട്ടുമെന്നല്ലാതെ വേറെ അത് UDF ഏതെങ്കിലും തരത്തിലുള്ള ശ്രീ പന്തളം സുധാകരൻ, ഇപ്പൊ ഡോക്ടർ പ്രേംകുമാർ പറയുന്നത് പോലെ ഈ ടാപ്പിന്റെ ലീക്ക് നിർത്താൻ വേണ്ടി ഒരു ചുറ്റിക്കെട്ട് നടത്തി, വീണ്ടും ഒരു ചുറ്റിക്കെട്ട് നടത്തി, ഇങ്ങനെ തുണികൾ മാറ്റിക്കെട്ടി കെട്ടുന്നത് പോലെ അവസാനം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കുറച്ചുകൂടി ബലമുണ്ട് എന്ന് കരുതുന്ന ഒരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് കോൺഗ്രസ് ക്യാമ്പിലും UDF വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുമോ എന്നാണ് പ്രേംകുമാർ ചോദിക്കുന്നത്. കാരണം എന്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക? നേതാവ് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഏറ്റവും ഒടുവിൽ കണ്ടെത്തുന്നു. ഇനി പദ്ധതി എന്ത് എന്നുള്ളത്, ന്യായ പോലെയുള്ള പദ്ധതി, അത് 6000 ഇതിനകം തന്നെ ട്രോളിന് വിധേയമായി കഴിഞ്ഞു. യുവതികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുമെന്നൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഇതിനപ്പുറം ഈ ഇടതുമുന്നണി സർക്കാരിനെ നേരിടാനുള്ള സ്പെസിഫിക്കായ ആയുധമില്ലാതെ ഉമ്മൻചാണ്ടി എന്നൊരു ഹീറോ കൾട്ട് ഇമേജിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ മൂലധനം കാണുകയാണോ കോൺഗ്രസ്? അല്ല, ഒരിക്കലും കോൺഗ്രസിന് ഒരു ലീക്കുമില്ല. 132 വർഷമായ പാർട്ടിയല്ലേ, ഒരു ലീക്കുമില്ല. ലീക്ക് ഇല്ലാതെ തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന മറ്റ് പാർട്ടികളൊക്കെ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പിന്നെ ഒന്നാമത്തെ കാര്യം, ഒരിക്കലും UDF തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കാലഘട്ടത്തിലൊന്നും ഇന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. MLA-മാരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അത് പ്രഗത്ഭരായ ശ്രീ K. കരുണാകരൻ്റെ കാലത്തായാലും ശ്രീ AK ആന്റണിയുടെ കാലത്തായാലും ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സന്ദർഭങ്ങളിലൊക്കെ അതാണ് അനുവർത്തിച്ചു പോകുന്ന നയം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ്. അതേപോലെ തന്നെ ഈ ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ കൊണ്ടുവന്നു എന്നുള്ള പ്രചരണം, ശ്രീ നിരീക്ഷകന്റെ പ്രചരണം ശരിയല്ല. അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ എല്ലാം ഏറ്റവും മുതിർന്ന നേതാവാണ്. എല്ലാവരും ഒരു ജനകീയ നേതാവാണ്.
പിണറായിയുമായിട്ട് അദ്ദേഹത്തിന് പിണറായിയെ താതാൽപ്യം ചെയ്യാനേ പറ്റൂല. അത്രമാത്രം ഒരു കറുകനാമ്പായി പിണറായി വിജയനും ഒരു ഹിമാലയമായി ഉമ്മൻചാണ്ടിയും നിൽക്കുന്നു. ജനസമ്പർക്കത്തിൽ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷം ഈ ഹിമാലയം സഹ്യനിപ്പുറത്തേക്ക് വരാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ 4.5 വർഷവും രമേശ് ചെന്നിത്തലയായിരുന്നല്ലോ. അല്ല, എപ്പോഴാണ് എന്താ സംഭവിക്കാൻ? അസംഭവ്യമായിട്ടൊന്നുമില്ലല്ലോ. വരുന്നത് നമ്മൾ 2-3 മാസം കൂടി വെയിറ്റ് ചെയ്യണം. ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഉമ്മൻചാണ്ടി നമ്മളിപ്പോൾ മാധ്യമത്തിലൂടെ കണ്ടതാണ് 10 അംഗ സമിതി. ഒരു സമിതി രൂപീകരിക്കുമ്പോൾ തീർച്ചയായും ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ഉന്നതരായ നേതാവുള്ളപ്പോൾ അദ്ദേഹം ഒരു മെമ്പറായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ നിലയ്ക്കായിരിക്കും അദ്ദേഹത്തെ ചെയർമാനായിട്ട് നിയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം മറ്റാർക്കെങ്കിലും അപകടമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും രണ്ടാമനാക്കുമോ എന്നുള്ളതല്ല. കേരളത്തിൽ UDF നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ശ്രീ എ കെ ആന്റണിയും പറഞ്ഞെന്താ, തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം ഉണ്ടാക്കണം. ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞെന്താ, നമ്മുടെ അജണ്ട സിംഗിൾ പോയിന്റ് അജണ്ട UDF അധികാരത്തിൽ വരണം. ശ്രീ രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും അതുതന്നെയാണ് ആവർത്തിച്ചത്. പിന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ കാര്യം, സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സന്ദർഭത്തിൽ ജനങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ. അത് നേരത്തെ പറഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയാണ് യുദ്ധമുഖത്ത് ഉപയോഗിക്കാൻ പോകുന്ന തന്ത്രങ്ങൾ നേരത്തെ നമുക്ക് പറയാമെങ്കിലും കോൺഗ്രസുകാരുടെ രാഷ്ട്രീയവും കോൺഗ്രസുകാരുടെ ഉള്ളിലിരിപ്പും ഒക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. ഇപ്പൊ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഉമ്മൻചാണ്ടിയാണോ രമേശ് ചെന്നിത്തലയാണോ മുല്ലപ്പള്ളി രാമചന്ദ്രനാണോ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ശ്രീകുമാർ ഏറെക്കാലം ഉമ്മൻചാണ്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം വീക്ഷണത്തിന് പത്രാധിപർ മാത്രമായിട്ടല്ല, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയമായൊരു വളരെ കൃത്യമായൊരു നിരീക്ഷണമില്ലേ, ഒരു പ്രൈമസ് ഇന്റർ പാരസ് ആണ്, തുല്യന്മാരിൽ മുൻപനാണ് ഉമ്മൻചാണ്ടി. ഏത് ത്രാസിൽ വെച്ച് നോക്കിയാലും ഉമ്മൻചാണ്ടിയുടെ ജനപ്രീതിക്കൊപ്പം എത്തുമോ രമേശ് ചെന്നിത്തലയുടെയും ഈ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും ജനപ്രിയം? അല്ല, അങ്ങനെ താരതമ്യം ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ രമേശ് ചെന്നിത്തലയുടെയും മുല്ലപ്പള്ളിയുടെയും ഞങ്ങളുടെ എല്ലാം നേതാവാണ്. അതിലെന്താ തർക്കം? ഒരു തർക്കമില്ലാത്തൊരു കാര്യമല്ലേ. പിന്നെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്, നന്നായിട്ട് വ്യാഖ്യാനിക്കുക. ഉമ്മൻചാണ്ടി കൂടുതൽ സന്ദർഭം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയും AICC ജനറൽ സെക്രട്ടറിയും ആയതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പൂർണ്ണമായും കേരളത്തിൽ നിൽക്കണം, കേരളത്തിൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം എന്നൊരു നല്ല നിർദ്ദേശം, സദുദ്ദേശപരമായ നിർദ്ദേശം AICC ഹൈക്കമാൻഡ് വെച്ചത്. അത് ഞങ്ങളുടെ നേതാക്കന്മാരുടെ അഭിപ്രായം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ്, ഘടകകക്ഷികളുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീകുമാറിലേക്ക് നമ്മൾ പോകുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. UDF ഉമ്മൻചാണ്ടി നയിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനായി ഉമ്മൻചാണ്ടിയെ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നുള്ളതാണ് ഏറ്റവും ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലായിരിക്കും UDF ഇടതുമുന്നണിയെ നേരിടാൻ പോകുന്നത്. N. ശ്രീകുമാർ നമുക്കൊപ്പം ചേരുന്നു. N. ശ്രീകുമാർ, നേരത്തെ പ്രേംകുമാർ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി നേതൃസ്ഥാനത്തേക്ക് വരുന്നു, ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് നയിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും വളരെ സ്പെസിഫിക്കായി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എന്തായിരിക്കും? തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം വേണമെങ്കിൽ അത് ഉമ്മൻചാണ്ടി എന്നൊരു കൾട്ട് ഫിഗറിനെ അല്ലെങ്കിൽ ഒരു പോപ്പുലിസ്റ്റ് ഹീറോയെ ഈ ഗോതയിലേക്ക് ഇറക്കുക മാത്രമല്ലല്ലോ, ഒരു സ്പെസിഫിക്കായ ഒരു ബദൽ കൂടി ഈ UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഈ LDF സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ഒരു കൾട്ട് ഫിഗറായി പിണറായി വിജയൻ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ മറികടക്കാൻ പോകുന്ന എന്തുണ്ട്? ഈ ഉമ്മൻചാണ്ടി എന്ന ഒരു നായകത്വത്തിനും അപ്പുറം വളരെ ജനറലായി യുവാക്കൾക്കും യുവതികൾക്കും കൊടുക്കും ഈ സ്ഥാനാർത്ഥി നിർണ്ണയം എന്നൊക്കെ പറയുന്നത്. അക്കാര്യത്തിലാണെങ്കിൽ CPM ഇപ്പോൾ ആര്യയെ തന്നെ മുന്നിൽ നിർത്തി ബഹുദൂരം പോയി. പ്രശാന്തിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണ്, ഒരു മേൽക്കൈ എടുത്തിട്ടുണ്ട്, യുവാക്കൾക്കിടയിൽ അത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇനി കോൺഗ്രസ് മറികടക്കേണ്ടത്? അതും വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? തീർച്ചയായും. കാരണം ഉമ്മൻചാണ്ടിയെ മുന്നിൽ നിർത്തി കൊണ്ട് മാത്രം കോൺഗ്രസ് വിജയിക്കണമെന്നില്ല. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. കാരണം അത് ചെറുപ്പക്കാരെ നിർത്തിയോണ്ട് ജയിക്കണമെന്നില്ല. കാരണം ചെറുപ്പക്കാരെ നിർത്തിയ സ്ഥലത്ത് ആ ചെറുപ്പക്കാരെ പരാജയപ്പെടുത്തിയത് CPM മുതിർന്ന നേതാക്കളാണ് ഈ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരെ മാത്രം നിർത്തിക്കൊണ്ടൊന്നും കോൺഗ്രസോ UDF ജയിക്കാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇത്തവണത്തെ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഒരു വലിയ പരാജയമാണ്. പക്ഷേ അതിൻ്റെ വിജയം LDF കൊണ്ടുപോയത് അത് പിണറായി വിജയൻ്റെ ഒരു അതൊരു വ്യക്തിവിശേഷം കൊണ്ടോ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങളെ കൊണ്ടോ ഒന്നും മാത്രമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം UDF അത് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്തില്ല.
കാരണം പല ഡിവിഷനിലും വാർഡിലും ഒരുപാട് റബൽ ശല്യം. അതിനോട് ഞാനൊരു കാര്യം പറയും. ഇപ്പോൾ LDF നമ്മൾ എങ്ങനെയാണ് ശക്തി പരിശോധിക്കുന്നത്? ഇപ്പോൾ കൊച്ചി മേയർ LDF ആണ്. പക്ഷേ കൊച്ചി മേയർ LDF ആയതുകൊണ്ട് കൊച്ചിയിൽ LDF ആണോ ഭൂരിപക്ഷം? അവിടെ വേണുഗോപാൽ എന്ന കോൺഗ്രസ് നേതാവ് തോറ്റത് ഒരു വോട്ടിനാണ്. അപ്പോൾ അത് UDF തോൽവിയാണെന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തൃശ്ശൂർ ഭരണ LDF ആണ്, മേയർ ആരാണ്? അങ്ങനെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് LDF ഭരണമുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന സ്ഥലത്തെല്ലാം UDF LDF തമ്മിലുള്ള വോട്ടിങ്ങിൽ വലിയൊരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. നേരെ മറിച്ച് സ്ഥാനങ്ങളിലുണ്ട്. 5 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമേ മൊത്തം കേരളം എടുത്താൽ കാണുന്നുള്ളൂ എന്നാണ്. തീർച്ചയായിട്ടും അതൊരു അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അത് മാറാം. കാരണം നമ്മുടെ കേരളത്തിലെ 1970 ഒരു പ്രത്യേക സാഹചര്യം ഒഴിച്ച് മറ്റെല്ലാ കാലത്തും UDF LDF മാറി കേരളം ഭരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെ സംഭവിക്കുക, ആരും സംശയമില്ല. പിന്നെ ആരും ചോദിച്ച രണ്ടാമത്തെ എന്താണ് നിർദ്ദേശങ്ങൾ വെക്കാനുള്ളതെന്ന്. ഈ നിർദ്ദേശങ്ങൾ വെക്കാതിരുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തോൽവിക്കുണ്ടായ UDF തോൽവിക്കുണ്ടായ ഒരു പ്രധാന കാരണമെന്ന് ഞാൻ കരുതുന്നു. കാരണം UDF അന്ന് ഒരു അലസത കാണിച്ചു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഒഴുക്ക് സംഭവിച്ചപ്പോൾ അതിൻ്റെ ഒരു അംശം ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനത്തെ ചില മിഥ്യാധാരണയൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്കും അതുപോലെ പ്രാദേശിക ഘടകങ്ങൾക്കും അതുപോലെ മുതിർന്ന നേതാക്കൾക്കുമൊക്കെ. പക്ഷേ അതല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിന് അതല്ല വരുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ന്യായ പദ്ധതിയിൽ അവർ 6000 രൂപ ഒരു കുടുംബത്തിലേക്ക് കുടുംബത്തിൽ എത്തിക്കുന്നു, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കൊണ്ടുവരുന്നത് ആരാണ്? അതായത് കഴിഞ്ഞ UDF ഭരണകാലത്ത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാര്യങ്ങൾ. ഓക്കെ, ഒരു നിമിഷം ശ്രീ പന്തളം സുധാകരൻ പറഞ്ഞോളൂ. അല്ല, ഇവിടെ പുതുമുഖങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. എന്നും പുതുമുഖങ്ങളെ കേരളത്തിൽ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും അവതരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുള്ള പാർട്ടി UDF ആണ്, കോൺഗ്രസ് ആണ്. 35 വയസ്സുള്ളപ്പോഴാണ് AK ആന്റണി മുഖ്യമന്ത്രിയായി. 28 വയസ്സുള്ളപ്പോഴാണ് രമേശ് ചെന്നിത്തല മന്ത്രിയായത്. അതേ 30 വയസ്സുള്ളപ്പോഴാണ് ഉമ്മൻചാണ്ടി തൊഴിൽ വകുപ്പ് മന്ത്രിയായത്. എന്നെ പോലെയുള്ളവർ നിയമസഭയിലേക്ക് വരുമ്പോൾ 25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ കേരള നിയമസഭയിലെ ശരാശരി മാർക്സിസ്റ്റ് പാർട്ടി MLA-മാരുടെ അത് കൊടിയേരിയും കാനും ഒക്കെയാണ് ചെറുപ്പക്കാർ. എല്ലാവരും 30 വയസ്സ് കഴിഞ്ഞവരായിരുന്നു. അപ്പം ചെറുപ്പക്കാരെ കൊണ്ടുവരുന്ന ഒരു ലുബ്ധം UDF കാണിച്ചിട്ടില്ല. ഇത്തവണയും അതേപോലെ ചെറുപ്പക്കാർക്ക് വേണ്ട പോലെ ഇതിനേക്കാൾ അപ്പുറമായി 18കാർക്ക് വോട്ടവകാശം നൽകിയ രാജീവ് ഗാന്ധിയാണ്. ആ പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഉള്ളത്. അത് തന്നെയാണ് കേരളത്തിൽ മേൽനോട്ട സമിതിയിൽ പോലും യുവാക്കളുടെ പ്രാതിനിധ്യമില്ല. ആഗ്രഹിക്കുന്നില്ല. അല്ല, ശ്രീ പന്തളം സുധാകരൻ, ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ യുവാക്കളുടെ പ്രാതിനിധ്യമില്ല. അവിടെ ഏറ്റവും കുറഞ്ഞ പ്രായക്കാരനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ KC വേണുഗോപാലായിരിക്കും. KC വേണുഗോപാൽ ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. K സുധാകരന്റെ പേരാണ്. ചെറുപ്പക്കാരനല്ലേ? അല്ല, ഒരു കാലത്ത് ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ച AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ചെറുപ്പക്കാർക്ക് തന്നെ മുൻഗണന നൽകണം എന്നുള്ളതാണ്. AK ആന്റണിയിലെ യൗവനം ഇനിയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് കോൺഗ്രസിന് അറിയുന്നത് കൊണ്ടാണല്ലോ ഇപ്പോഴും AK ആന്റണി തന്നെ ഈ കോൺഗ്രസിന്റെ അവനത്തിരുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ അന്ന് വന്ന യുവാക്കളെ ആരും അവരുടെ യൗവനം നഷ്ടപ്പെട്ടു പോകാത്തതാണല്ലോ കോൺഗ്രസിൽ പിന്നീട് വന്ന യൗവനത്തിന് സ്ഥാനം കിട്ടാതെ പോകുന്നതിന്റെ കാരണവും. യൗവനം തുടരുന്നു എന്നുള്ളതിൽ സന്തോഷം, പക്ഷേ അതൊരു സ്ഥായിയായി നിത്യഹരിത യൗവനമായി തുടരുമ്പോഴാണ് പ്രശ്നം. ശ്രീ പന്തളം സുധാകരൻ, ഒരൊറ്റ നിമിഷം പ്രേംകുമാറിന് കൂടി ഇടപെടാറുണ്ട്. പ്രേംകുമാർ, ചുരുക്കി. ഒറ്റ കാര്യം, അതായത് പന്തളം സുധാകരന്റെ കാവ്യപരമായ ഉപമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി. ഈ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ UDF സൃഷ്ടിക്കും, ഒരു സംശയം വേണ്ട. ഞങ്ങൾ ജയിക്കും. ഓക്കെ, അതായത് പന്തളം സുധാകരന്റെ ഉമ്മൻചാണ്ടിയെ പറ്റിയുള്ള കാവ്യപരമായ ഉപമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിണറായി വിജയൻ കറുകപ്പുല്ലാണ്, ഉമ്മൻചാണ്ടി ഹിമാലയമാണെന്നുള്ളത്. ഞാൻ വിചാരിക്കുന്നില്ല അത് ഹിമാലയം എന്ന് പറഞ്ഞാൽ പർവ്വതത്തെ പറ്റിയിട്ടാണെന്നല്ലേ. ഹിമാലയ ക്രീം എന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട്. നമ്മളെ ആന്റി ഫംഗൽ ക്രീം, ആന്റിസെപ്റ്റിക് ക്രീം, അങ്ങനെ ഏതൊരു ക്രീം ഉദ്ദേശിച്ചിട്ടായിരിക്കും മൂപ്പര് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഇത്തരം ഡയലോഗുകൾ പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നല്ലൊരു നേതാവിനെ പിന്നെ പിണറായിയാണ് ഏറ്റവും വലിയ ഫംഗസ്. അതിനുള്ള ഞാൻ പറയട്ടെ എന്റെ സമയമാണ് അദ്ദേഹം പറയുന്നത് ലീക്ക് ഒന്നും ഇല്ല എന്നാണ്. അപ്പൊ പിന്നെ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലല്ലോ. CM കാൻഡിഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്ന് പറയും. ഏത് കൺഫ്യൂഷനിലാണോ നമ്മൾ ചർച്ച തുടങ്ങിയത്, ഏത് കൺഫ്യൂഷനിലാണോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അവസാനിച്ചത്, അതേ കൺഫ്യൂഷനിലാണ് ഇപ്പോഴും UDF നിൽക്കുന്നത്. പിന്നെ ഉമ്മൻചാണ്ടി എന്നുള്ളത് കേരളത്തിൽ UDF-ൽ ഒരുപക്ഷെ കേരളത്തിൽ മൊത്തം രാഷ്ട്രീയക്കാരിലെ പൊളിറ്റീഷ്യനാണ്. കഴിഞ്ഞ 5 വർഷക്കാലം
കഴിഞ്ഞ 5 വർഷക്കാലം രമേശ് ചെന്നിത്തലയെ കൊണ്ട് സകലവിധ പണിയും എടുപ്പിച്ചിട്ട് അവസാന ലാപ്പിൽ അതിസമർത്ഥമായിട്ട് അദ്ദേഹം മുന്നിൽ കയറി വരുന്നു. അടുത്ത പ്രതിപക്ഷ നേതാവ് ആവാനായിരുന്നാലും മുഖ്യമന്ത്രി ആവാനായിരുന്നാലും ഇത് എന്നേ കേരളം എക്സ്പെക്ട് ചെയ്തതാണ്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന UDF ക്യാമ്പിൽ ഏറ്റവും ക്രൂക്കഡായ പൊളിറ്റീഷ്യനാണ് ഉമ്മൻചാണ്ടി. ആ ക്രൂക്കഡ്നെസ് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പുറത്തേക്ക് വന്ന ദിവസമാണിന്ന്. ആ ക്രൂക്കഡ്നെസ്സിന് മുന്നിൽ സോണിയാഗാന്ധിയോ രമേശ് ചെന്നിത്തലയോ രാഹുൽ ഗാന്ധിയോ KCയോ വേണുഗോപാലോ ഒന്നും കറുക പുല്ല് പോലും അല്ല എന്ന് മലയാളിക്ക് ബോധ്യം വന്ന ദിവസവുമാണെന്ന്. ആ തരത്തിൽ ശ്രീകുമാർ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീകുമാർ, ഒരു സംശയം, ഈ ഇതിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രേംകുമാർ പറയുന്നത് പോലെ നിരീക്ഷിക്കുകയാണെങ്കിൽ ചില കൗതുകകരമായ കാര്യങ്ങൾ കാണാം. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിനും തൊട്ട് മുമ്പ് വരെ ഈ രമേശ് ചെന്നിത്തല കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു, KPCC അധ്യക്ഷൻ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. വളരെ അപ്രതീക്ഷിതമായി പ്രത്യേക ചില മാധ്യമങ്ങളിൽ ഈ ഉമ്മൻചാണ്ടിയുടെ വരവ് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. അത്തരമൊരു ചിന്ത അവിടെ പ്ലാൻ ചെയ്യപ്പെടുന്നു. അതിനുശേഷം അത് ചർച്ചാ വിഷയമാകുന്ന സാഹചര്യങ്ങളിൽ രമേശ് ചെന്നിത്തലയ്ക്കും KPCC അധ്യക്ഷനും ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുന്നു. വളരെ പെട്ടെന്ന് ഈ രണ്ടുപേരെയും പിന്തള്ളി ഉമ്മൻചാണ്ടി ലാസ്റ്റ് ലാപ്പിൽ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പഴയ ഒരു KSUക്കാരൻ്റെ രാഷ്ട്രീയ വൈഭവത്തിനും അപ്പുറത്തേക്ക് സ്ട്രാറ്റജിക് തന്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ മെനയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിജയം കൂടിയേ നമുക്കിതിനെ കണക്കാക്കാൻ കഴിയുമോ? ഞാൻ വ്യക്തിപരമായിട്ടാണ് ചോദിക്കുന്നത്. കാര്യം പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നുള്ളത് കോൺഗ്രസിനുള്ളിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന നേതാവ് ഉമ്മൻചാണ്ടിയാണ്. അത് അദ്ദേഹത്തിൻ്റെ ജനപ്രിയതയുടെ കാരണം കൂടിയാണെന്ന് നിരീക്ഷിച്ചാൽ തെറ്റുണ്ടോ? അല്ല, ഇതിലേ നമ്മളാരുടെ ഇങ്ങനൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ നമുക്ക് ആരെക്കുറിച്ച് എന്നും പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ഇതിലിപ്പോഴേ ഇപ്പോൾ ഇടതുപക്ഷം, ഇപ്പോൾ പ്രേംകുമാറിൻ്റെ ഇടത് സഹയാത്രികനാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇങ്ങനെ വല്ലാതെ ഭയപ്പെടുന്നത്? അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഉദാഹരണം. കാരണം ഒരു നേതാവിനെ നമ്മുടെ സംസ്ഥാനത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും, പിണറായി വിജയനാണെങ്കിൽ പിണറായി വിജയൻ, ആരായാലും, ഇപ്പോൾ VS ഉണ്ടായിരുന്ന നമുക്കറിയാവുന്ന ഒരു പ്രഭാവം, അതുപോലെ തന്നെ ഈ ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രഭാവമുണ്ട്. അത് ഇല്ലെന്ന് അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് ജയിക്കാനുള്ള അനേകം വഴികളിൽ ഒരു വഴിയായിട്ട് എന്തെങ്കിലും ഒരു നേതാവിനെ ഉയർത്തി കാണിക്കുമ്പോൾ അതിൽ ഭയക്കുന്നത് തന്നെ ആ പാർട്ടിയുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിൽ എത്രയോ കാലമായിട്ട് അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അരുൺ പറഞ്ഞ ഒരു കാര്യം ഞാൻ തിരുത്തുകയാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉമ്മൻചാണ്ടി കയറി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉമ്മൻചാണ്ടി പലവട്ടം എല്ലാ ജില്ലകളിൽ പോയിട്ട് ആവർത്തിച്ചിട്ടുണ്ടായി. അത് അദ്ദേഹം സജീവൻ തന്നെയായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു ഘടകം ഉമ്മൻചാണ്ടിയായി പോയി, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ താല്പര്യമുള്ള മാധ്യമങ്ങളുണ്ടായിരിക്കാം, അത് ശരിയായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ താല്പര്യമുള്ള സമുദായ സംഘടനകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിനെന്തായാലും ഈ ഒരു ചർച്ച ഉണ്ടാക്കി കൊണ്ടുവന്നതിൽ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി തദ്ദേശ ഇലക്ഷൻ കാലത്ത് അവർ കുറേ സീറ്റ് കിട്ടി ജയിച്ചപ്പോൾ ആ സീറ്റ് നൽകിയ ജനങ്ങൾ ഏത് രാഷ്ട്രീയമാണോ കണ്ടിരുന്നത്, ഞങ്ങളുടെ സർക്കാരിൻ്റെ വിജയം, സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനം എന്ന് ആദ്യം പറഞ്ഞിരുന്നവർ പിന്നെ തിരുത്തി അത് മത സമുദായ ശക്തികളുടെയൊക്കെ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ മുസ്ലിങ്ങളകന്നു, മുസ്ലിങ്ങൾ കോൺഗ്രസിനെ നയിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ തടയേണ്ട ഒരു അവസ്ഥ വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തടയേണ്ട ചോദിച്ചാൽ ഇപ്പോൾ ഈ ക്രിസ്തീയ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിലേക്ക് കേരള കോൺഗ്രസിന്റെ വരവോടുകൂടിയും നേരത്തെ പിണറായി വിജയൻ ഉപയോഗിച്ച കോൺഗ്രസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിഭാഗീയ രാഷ്ട്രീയ ചിന്ത കൊണ്ടും ഈ ക്രിസ്തീയ വിഭാഗത്തിന്റെ വോട്ടിനുകളെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള CPM-ന്റെ സ്ട്രാറ്റജിക്കുള്ള ഏറ്റവും നല്ല മറുമരുന്ന്, അഥവാ അങ്ങനെ ഒരു സ്ട്രാറ്റജി CPM എടുത്തതുകൊണ്ടാണോ ഈ ഉമ്മൻചാണ്ടിയിലേക്ക് എന്ന ഒരു പരിഗണന, ഉമ്മൻചാണ്ടിയിലെ എന്ന ഒരു സൂചനയിലേക്ക്, എന്ന ഒരു സാധ്യതയിലേക്ക് ഹൈക്കമാൻഡ് പോയിട്ടുണ്ടാവുക? ഒരു ഘടകം അതുകൂടിയായിരിക്കുമോ? തീർച്ചയായിട്ടും ഒരു ഘടകം അതുകൂടി തന്നെയാണ്, ഞാൻ സംശയമൊന്നുമില്ലാത്ത കാര്യം. കാരണം ഏത് മതവിഭാഗങ്ങളും, ഇപ്പോൾ NSS ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ SNDP ആണ് കുറച്ചൊന്നും അകത്ത് നിന്നിരുന്നത്, എന്നാൽ NSS ആണെങ്കിലും മറ്റ് ക്രിസ്തീയ അവാന്തര വിഭാഗങ്ങളാണെങ്കിലും അതിൽ ഉമ്മൻചാണ്ടിക്ക് ഉള്ള ഒരു സ്വാധീനമുണ്ട്. അത് ഇപ്പോൾ ഉണ്ടായ സ്വാധീനമല്ല, അത് എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ടുള്ള പ്രവർത്തനവും അതുപോലെ അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പെരുമാറ്റത്തിലും ഒക്കെ ആർജിച്ചെടുത്തതാണ്. അത് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ ഒരുപക്ഷെ നഷ്ടപ്പെടുത്താം എന്ന് CPM ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുത്താം എന്ന് കരുതുമ്പോൾ അതിനൊരു മറുമരുന്ന് രാഷ്ട്രീയമല്ലേ,
അപ്പൊ സ്വാഭാവികമായിട്ട് അതേ രീതിയിൽ തിരിച്ചു അവസ്ഥ കോൺഗ്രസിന് വന്നതാണ്. അപ്പൊ ആ അയ്യപ്പനും ചില- കോശിയും എന്ന സിനിമയിൽ മരിച്ചുപോയ നമ്മളുടെ നടൻ പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, ഉമ്മൻചാണ്ടി വരികയാണ്, ഇനി കഥ എന്താണെന്ന് കണ്ടിരുന്ന് കാണണം എന്നുള്ള അവസ്ഥയിലേക്കാണ്. കാരണം ഒരു ഭാഗത്തെ ക്രിസ്തീയ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവര് CPM ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നത് കൂടി കണ്ട് അത്തരം ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ കൂടിയാണ് ഉമ്മൻചാണ്ടിയുടെ വരവ് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതൽ CPM ഭയക്കണ്ടേ ഈ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന UDF-നെ? ഭയങ്കര ഭയമാണ്, എനിക്കടക്കം ഭയമാണെന്നാണ് ശ്രീകുമാർ പറയുന്നത്. എനിക്കറിയില്ല എന്താ അടിസ്ഥാനത്തിൽ. ഞാൻ വിചാരിക്കുന്നത് UDF-നെ സഹായിക്കാൻ ഇനി പറ്റുക ശ്രീ ബിജു പ്രഭാകരന് മാത്രമായിരിക്കും, നമ്മുടെ KSRTCയുടെ MD-ക്ക്. പന്തള സുധാകരനും ശ്രീകുമാറും പറയുന്ന ഈ ലാസ്റ്റ് ബസ്സിന് ശേഷം ഒരു ഓർഡിനറി ബസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിൽ ബാക്കി ആൾക്കാരെ വീട്ടിൽ പോകാനോ സഹായം ചെയ്തു കൊടുക്കുക. അല്ലാതെ കോൺക്രീറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ ഇവർ തയ്യാറല്ല. ഇവരുടെ കൂട്ടത്തിലുണ്ട് നല്ല കഴിവുള്ള ആളുകളുടെ പേര് ഒരിടത്ത് കാണുന്നില്ല. ഇപ്പോൾ 10ാമത്തെ പേരുകാരൻ ശശി തരൂരാണെന്നാണ് കേൾക്കുന്നത് ശ്രീ പ്രേംകുമാർ. 10ാമത്തെ പേരുകാരൻ ശശി തരൂരായിരിക്കും എന്നാണ്. 9 പേരെ ആയിട്ടുള്ളൂ. 10ാമത്തെ പേര് ശശി തരൂരാണ്. പന്തള സുധാകരൻ ഇതിൽ ബിജു രമേശും സ്വപ്ന സുരേഷും ഒക്കെ ആയിരിക്കുമോ ആളുകളെ ഒന്നും ഇവരെ അടുപ്പിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായി സ്വർണ്ണക്കടത്തല്ല, അത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു ബദൽ വികസന നയമായിരിക്കും എന്നുള്ള പ്രഖ്യാപനം കൂടിയാണോ ഇന്ന് വരുന്നത്? അതായത് ഇതുവരെ രമേശ് ചെന്നിത്തല സ്വർണ്ണക്കടത്ത് വെച്ച് കളിച്ച ചതുരംഗ കളിയെല്ലാം ആ പലകയെ എടുത്തു മാറ്റി ഇനി ലൂഡോ കളി തുടങ്ങുകയാണോ? അല്ല, ഇതുവരെയുള്ള ശക്തമായ പോരാട്ടത്തിന്റെ പിന്നിൽ ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ, അത് തുടരുകയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി, അതുപോലെ പ്രതിപക്ഷ നേതാവ് ശ്രീ മുല്ലപ്പള്ളി, അങ്ങനെ തുടങ്ങുന്ന ഇപ്പൊ പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക സൗകര്യത്തിന് വേണ്ടി കൂടുതൽ ശക്തമായി പോരാടുന്നതിന് വേണ്ടി യുദ്ധമുഖത്തേക്ക് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുകയാണ്. അത് കൂടുതൽ ആത്മവിശ്വാസം ഞങ്ങൾക്ക് പകരുന്നു. ആ പകരുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രീ പിണറായി വിജയനും LDF-നുമുള്ള ആശങ്ക. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ശ്രീ പന്തള സുധാകരൻ. രമേശ് ചെന്നിത്തലയുടെ കേരള യാത്രയുടെ പേരായിട്ടുണ്ട് ഐശ്വര്യ കേരള യാത്ര എന്നാണ് ആ പേരിട്ടിരിക്കുന്നത്. ഐശ്വര്യ കേരള യാത്ര എന്നാണ് രമേശ് ചെന്നിത്തലയുടെ യാത്രയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നന്ദി പ്രിയപ്പെട്ട അതിഥികൾ. നിങ്ങൾ 8 മണിക്ക് കൂടി ചർച്ചയിൽ തുടരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിക്കറിയാം ചിലരെങ്കിലും മറ്റ് ചാനലുകളോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വിഷയം ആഴത്തിൽ പരിശോധിക്കുന്നു ഇന്ന് എൻകൗണ്ടറിൽ. എല്ലാ അതിഥികൾക്കും നന്ദി.